തുണരി ഷിബിൻ വധക്കേസിലെ പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് മുയിൻ അലി ശിഹാബ് തങ്ങൾ തവനൂർ ജയിലിലെത്തിയാണ് സന്ദർശിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിയിക്കാൻ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടങ്ങിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്ന് മുയിൻ അലി തങ്ങൾ. വിവരങ്ങളുമായി മേഘ കോഴിക്കോട് നിന്ന് ചേരുന്നു. മേഘ, ഈ കേസിൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളിൽ ഒന്ന്, വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെ പിന്നെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. അന്ന് ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. ഇവിടെ മുയിൻ അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ നൽകുന്ന സന്ദേശവും മറ്റൊന്നാണ്. അത് ഈ പ്രതികൾക്കെതിരെ കുറ്റക്കാർക്കൊപ്പമാണ് ലീഗ് നേതൃത്വം, യൂത്ത് ലീഗുകാരായ പ്രതികൾക്കൊപ്പമാണ് എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ മുയിൻ അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ. എപ്പോഴാണ് മുയിൻ അലി തങ്ങൾ ഈ പ്രവർത്തകരെ, ലീഗ് പ്രതികളെ സന്ദർശിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. സിജു, ഇന്നലെയാണ് മുയിൻ അലി തങ്ങൾ തവനൂരിലെ ജയിലിലെത്തി ഈ പ്രതികളെ സന്ദർശിച്ചത്. മുയിൻ അലി തങ്ങൾക്കൊപ്പം നാദാപുരത്തെ മറ്റ് യൂത്ത് ലീഗിന്റെ നേതാക്കളും ഉണ്ടായിരുന്നു. ഈ ഷിബിൻ വധക്കേസുമായി ബന്ധപ്പെട്ട് 2015 ജനുവരി 22-നാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം തൂണേരി വെള്ളൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 19 വയസ്സുകാരനായ ഷിബിനെ അതിക്രൂരമായി ലീഗ് ക്രിമിനലുകൾ വെട്ടി കൊലപ്പെടുത്തുന്നത്. ഇവർക്ക് വേണ്ട എല്ലാ നിയമസഹായവും ഉറപ്പുവരുത്തും എന്നതാണ് മൊയ്ൻ അലി തങ്ങൾ പിന്നീട് ഫേസ്ബുക്കിൽ ഇട്ട കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല, പ്രതികൾക്കായി മുസ്ലിം ലീഗ് രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ, നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഈ പാർട്ടി ഒറ്റക്കെട്ടായി ഈ പ്രതികൾക്കൊപ്പം നിൽക്കും എന്നും മൊയ്ൻ അലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാരണം ഈ പ്രതികൾ, അതായത് ഷിബിൻ വധക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു. അതിന് പിന്നാലെയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ആ പ്രതികളെയാണ് കാണാൻ വേണ്ടി യൂത്ത് ലീഗിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്, യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റാണ്. ശരി, മേഘയാണ് വിവരങ്ങൾ നൽകിയത്. തുണരി ഷിബിൻ വധക്കേസ് പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് പാണക്കാട് മുയിൻ അലി ശിഹാബ് തങ്ങൾ.